1946 പോളണ്ടിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്താൽ കൊല ചെയ്യപ്പെട്ട വൈദികൻ മൈക്കൽ റബാക്സിനെ ജൂൺ 15 വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക് ഉയർത്തും. അദ്ദേഹം തൻ്റെ ശുശ്രൂഷ നിർവഹിച്ച ക്രാക്കോവിലെ അതിരൂപതയിൽ വെച്ചാണ് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുന്ന ചടങ്ങുകൾ നടത്തപ്പെടുന്നത്. പോളിഷ് എപ്പിസ്കോപ്പൽ കോൺഫറൻസിൻ്റെ വെബ്സൈറ്റിലാണ് ഇത് സംബന്ധിക്കുന്ന വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. 1904 സെപ്റ്റംബർ 14 ക്രാക്കോവിലെ ടെൻസിലാണ് ഫാദർ മൈക്കൽ റബാക്സ് ജനിച്ചത്. ക്രാക്കോവ് സെമിനാരിയിൽ പ്രവേശിച്ച അദ്ദേഹം 1931 ഫെബ്രുവരി 1 വൈദികനായി അഭിഷിക്തനായി. പ്ലോക്കിയിലെ നേറ്റിവിറ്റി ഓഫ് വെർജിൻ മേരിയുടെ ഇടവകയിൽ സേവനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ശുശ്രൂഷ ജീവിതം ആരംഭിച്ചത്. 1937 ഫാദർ റബാക്സ് ഇടവക അഡ്മിനിസ്ട്രേറ്ററായി പ്ലോക്കിയിലേക്ക് പോയി. 1939 സെപ്റ്റംബറിൽ രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. പോളണ്ടിലെ നാസി അധിനിവേശത്തോടെ അക്രമകാരികൾ കത്തോലിക്ക മതം പഠിപ്പിക്കുന്നതിനും പോളണ്ടുകാരും ജർമ്മൻ വംശജരും തമ്മിൽ വിവാഹം നടത്തുന്നതിനും നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതോടെ തൻ്റെ അജപാലന പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്താൻ അദ്ദേഹം നിർബന്ധിതനായി. വിശുദ്ധന്മാരുടെ കാരണങ്ങൾക്കുള്ള ഡിക്കാസ്ട്രി പ്രസിദ്ധീകരിച്ച ജീവചരിത്രം അനുസരിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മതത്തിനെതിരെ പരസ്യമായി യുദ്ധം പ്രഖ്യാപിച്ച സോവിയറ്റ് യൂണിയൻ പോളണ്ടിൽ സ്ഥാപിച്ച കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ പീഡനം ഫാദർ റബാക്സിന് നേരിടേണ്ടി വന്നു. ഇനിയും പ്ലോക്കിൽ തുടർന്നാൽ അത് അപകടമാണെന്ന് അധികാരികൾ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകുകയും അവിടുന്ന് മാറാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഞാൻ മരിച്ചു വീണാലും ഈ സുവിശേഷം പ്രസംഗിക്കുന്നത് നിർത്തുകയില്ല, എൻ്റെ സ്വന്തം കുരിശ് ഉപേക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ തുടർന്നു. അതിൻ്റെ ഫലമായി 1946 മെയ് മാസം രാത്രിയിൽ 20 അംഗ കമ്മ്യൂണിസ്റ്റ് മലേഷ്യ റെക്ടറിയിലേക്ക് ഇരച്ചു കയറി. അദ്ദേഹത്തെ വലിച്ചിഴച്ചു കൊണ്ടുപോയി വെടിവെച്ച് കൊലപ്പെടുത്തി. അങ്ങനെ വിശ്വാസ സംരക്ഷണത്തിനായി 1900 മെയ് 12 പോളണ്ടിലെ പോക്കി എന്ന പ്രദേശത്ത് വെച്ച് അദ്ദേഹം കൊല്ലപ്പെട്ടു.